രാഷ്ട്രീയ അസ്ഥിരത തുടരുന്ന ബംഗ്ലാദേശിൽ അടുത്ത ഫെബ്രുവരി 12-നാണ് ദേശീയ തെരഞ്ഞെടുപ്പ്. പൊതു തെരഞ്ഞെടുപ്പ് എന്നാണ് പേര് എങ്കിലും ഒട്ടും ജനാധിപത്യപരമല്ല തെരഞ്ഞെടുപ്പ് എന്നത് വ്യക്തമാണ്. അതിനിടെയാണ് രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ വിട പറഞ്ഞത്. മുൻ പ്രധാനമന്ത്രി സിയാർ റഹ്മാന്റെ ഭാര്യയായ ഖാലിദ സിയ ഭർത്താവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1981-ൽ പട്ടാള ഭരണത്തിന് എതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. 1991-ൽ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്ത് തന്നെ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ഖാലിദ സിയ അതുകൊണ്ട് തന്നെ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി. എന്നാൽ 2018-ൽ അഴിമതി കേസിൽ തടവിലാക്കപ്പെട്ടു. മുഖ്യ രാഷ്ട്രീയ എതിരാളിയായ ഷെയ്ഖ് ഹസീന ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്ന് രാജ്യം വിട്ടതോടെയാണ് ഖാലിദ സിയ ജയിൽ മോചിതയായത്. കലാപകലുഷിതമായ ബംഗ്ലാദേശിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം നേടും എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ആ പ്രവചനങ്ങൾ സഫലമാകുമോ എന്ന് അറിയും മുമ്പാണ് ഖാലിദ സിയയുടെ വേർപാട്. ന്യൂസ് 10 ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.